അരക്കള്ളനും മുക്കാക്കള്ളനും പിന്നെ ഒരു കടിയൻ പട്ടിയും. കൃത്യം 12 വയസ്സിലാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ആദ്യത്തെ ചിത്രകഥ എഴുതുന്നത്. കോട്ടയം പുഷ്പനാഥിന്റെ കഥാപാത്രങ്ങളായ പുഷ്പരാജ്, മാർക്സിൻ എന്നിവർ അപ്പോഴേക്കും ഞങ്ങളുടെയെല്ലാം ആരാധ്യപുരുഷന്മാരായി മാറിക്കഴിഞ്ഞിരുന്നു. അന്നൊക്കെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ കിട്ടാനായി രണ്ടേയുള്ളൂ മാർഗം. ഒന്ന്, സമീപത്തുള്ള വനിതാ സംഘത്തിന്റെ വായനശാലയെ ആശ്രയിക്കുക. 2, കാശ് കൊടുത്ത് വാങ്ങുക. ഇത് രണ്ടും വലിയ ബുദ്ധിമുട്ടായി തോന്നിത്തുടങ്ങിയപ്പോഴാണ് എന്റെ സുഹൃത്തുക്കൾക്കും കസിൻസിനുമൊക്കെ ഒരാശ്വാസമാകട്ടെ എന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞ ആ കടുംകൈക്ക് മുതിർന്നത്. ചന്ദ്രബാബു എന്നൊരു ഡിറ്റക്റ്റീവിനെ ഞാൻ സൃഷ്ടിച്ചു. ആദ്യത്തെ കേസും ഏൽപ്പിച്ചു. ആനമലയിലെ കൊലപാതകം. സംഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൊലപാതകം പോയിട്ട് രാത്രിയിൽ ഒരു വാഴക്കുല കണ്ടാ പേടിച്ചിരുന്നയാളാണ് ഇതെഴുതുന്നത് എന്നോർക്കണം. 10 പേജ് നിറയെ പുതിയ മലയാളം നോട്ട്ബുക്കിൽ നിന്ന് കീറിയത്. ചന്ദ്രബാബു വില്ലന്മാരെ ഇടിക്കുന്നതും ചവിട്ടുന്നതുമായ ചിത്രങ്ങളും വടിവില്ലാത്ത അക്ഷരങ്ങളിൽ അതിന്റെ വിവരണങ്ങൾ അടങ്ങുന്നതുമായിരുന്നു ആദ്യ സൃഷ്ടി. എഴുതി ചൂടാറും മുമ്പേ അത് വായിക്കാൻ കൊടുത്തത് എൻ്റെ ഒരു അമ്മായിയുടെ മക്കളായ ഉണ്ണി, രാധാകൃഷ്ണൻ എന്നിവർക്കായിരുന്നു. കാരണം അവരും എന്നെപ്പോലെ തന്നെ ഡിറ്റക്റ്റീവ് നോവൽ പ്രേമികളും അത് കിട്ടാതെ വലയുന്നവരുമായിരുന്നു. അയൽക്കാരനും ഡിറ്റക്റ്റീവ് നോവൽ പ്രേമിയും സർവോപരി അഹങ്കാരിയുമായിരുന്ന രാംഗോപാലിന് ഇത് വായിക്കാൻ കൊടുക്കരുത് എന്നും അവൻ ബുക്കിനായി കുറച്ചു ദിവസം എൻ്റെ പുറകെ നടക്കട്ടെ എന്നും ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു സാഹിത്യകാരനായി ഞാൻ ചെട്ടികുളങ്ങര വിലസുന്ന കാലത്താണ് ഈ കഥ നടക്കുന്നത്. മഴക്കാലം. അന്നൊക്കെ ചെട്ടികുളങ്ങരയിൽ കൊച്ചു കൊച്ചു വെള്ളപ്പൊക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അടഞ്ഞുകിടക്കുന്ന ഓടകൾ നിറഞ്ഞ് വെള്ളം റോഡിൽ കൂടി ഒരു പുഴ പോലെ ഒഴുകിപ്പോകും. ഒഴുക്കിൽപ്പെട്ട് പല വീടുകളിലെയും വിലയേറിയതുമല്ലാത്തതുമായ വസ്തുക്കളും ചവറുകളുമെല്ലാം ഒഴുകിപ്പോകുന്നത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. മിക്കവാറും അവസരങ്ങളിൽ അച്ഛനും അമ്മയും ഞാനും ആ കാഴ്ച കാണാൻ പുറത്തിറങ്ങി നിൽക്കും. അങ്ങനെ ഒരു വലിയ മഴ ഒരു ചെറിയ പുഴ സൃഷ്ടിച്ച ദിവസം ഒരു ഡിറ്റക്റ്റീവ് നോവലിസ്റ്റിന്റെ അഹങ്കാരത്തോടെ ഞാനും പിന്നെ അച്ഛനും അമ്മയും പതിവ് പോലെ വീടിന് വെളിയിൽ നിന്ന് പുഴയൊഴുകും വഴിയും നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി. അതാ വരുന്നു പുഴയിൽ കൂടെ എൻ്റെ ആനമലയിലെ കൊലപാതകം. കണ്ണുതിരുമ്മി ഒന്നുകൂടെ സൂക്ഷിച്ച് ഞാൻ നോക്കി. അതുതന്നെ, ഭദ്രമായി വായിക്കാൻ അവന്മാരെ ഏൽപ്പിച്ച എൻ്റെ അമൂല്യ ഗ്രന്ഥം അതാ മറ്റു ചവറുകൾക്കൊപ്പം അങ്ങനെ ഒഴുകിപ്പോകുന്നു. അതും രചയിതാവായ എൻ്റെ മുമ്പിൽ കൂടി. ഞാൻ പതുക്കെ ആ പുഴയിലേക്കൊരു കാലെടുത്തു വച്ചു. എന്താടാ അച്ഛൻ്റെ ചോദ്യം. അച്ഛാ, ഞാൻ എഴുതിയ ചിത്രകഥ ഒഴുകിപ്പോകുന്നു, എടുക്കട്ടെ എന്ന് ചോദിച്ച് ഞാൻ പ്രതീക്ഷയോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ട ചവറൊന്നും വീട്ടിലേക്ക് എടുക്കണ്ട എന്ന അമ്മയുടെ വക കമന്റ്. ചവറ് സാഹിത്യമെന്ന വാക്ക് അമ്മയായിരിക്കും അന്ന് ആദ്യമായി മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ചത്. ക്രൂരഹൃദയത്തിന്റെ ഉടമകളായ അച്ഛനും അമ്മയും പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. മാത്രമല്ല, ഇടിവെട്ടേറ്റതുപോലെ നിന്ന് എന്നെ വലിച്ചകത്തു കൊണ്ടുപോവുകയും ചെയ്തു. ഏതായാലും അന്നത്തോടെ മലയാള ഭാഷയ്ക്കൊരു തീരാനഷ്ടം സമ്മാനിച്ചുകൊണ്ട് ഞാൻ സാഹിത്യരചന അവസാനിപ്പിച്ചു. ചിത്രകഥയ്ക്കായി കീറിയെടുത്ത 10 പേപ്പറിന്റെ കണക്കും പറഞ്ഞ് അന്ന് വൈകിട്ടെന്റെ ചെവി പൊന്നാക്കിയ അക്ഷരവൈരിയായ അച്ഛനും എൻ്റെ ആ ഉറച്ച തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു. മണിയൻ ചേട്ടനെന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ഒരു ബന്ധുവിൻ്റെ രൂപസാദൃശ്യത്തിലായിരുന്നു ഞാൻ ഡിറ്റക്റ്റീവ് ചന്ദ്രബാബുവിനെ സൃഷ്ടിച്ചത്. മണിയൻ ചേട്ടനായിരുന്നു എൻ്റെയും അനിയത്തിയുടെയും അക്കാലത്തെ ഹീറോ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന മണിയൻ ചേട്ടൻ ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. കുരുവിക്കൂട് എന്നറിയപ്പെട്ടിരുന്ന ഹെയർ സ്റ്റൈലായിരുന്നു അക്കാലത്തെ ഹിറ്റ് ഹെയർ സ്റ്റൈൽ. ഏറ്റവും വലിയ കിളിക്കൂടുള്ളയാളാണ് ഏറ്റവും അടിപൊളി. മണിയൻ ചേട്ടൻ വളരെ വലിയ ഒരു കിളിക്കൂട് തലയിൽ സ്വന്തമായി ഉള്ള ആളായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനകത്ത് വല്ല കുരുവിയും ഉണ്ടായിരുന്നോ എന്നുവരെ എനിക്ക് സംശയമുണ്ട്. ടൈറ്റ് ഷർട്ടും പാൻറ്റുമിട്ട് മസിൽ കാണിച്ച് തലയിൽ ഹെയർ ഓയിൽ പുരട്ടി വലിയ കിളിക്കൂടും തലയിൽ വെച്ചു വരുന്ന മണിയൻ ചേട്ടനെ എഴുന്നള്ളിച്ചു വരുന്ന ആനയെ എന്ന പോലെ ഞങ്ങൾ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. വന്ന ഉടനെ മണിയൻ ചേട്ടൻ എൻ്റെ ആവശ്യപ്രകാരം
ചുമരിൽ ശക്തിയായി ഇടിക്കാറുണ്ടായിരുന്നു. ധും ധും എന്ന ശബ്ദം കേൾപ്പിച്ച് മണിയൻ ചേട്ടൻ ചുവരിലിടിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ അഭിമാനവും അഹങ്കാരവും നിറഞ്ഞ മുഖവുമായി നിൽക്കും. ഒരിക്കൽ മണിയൻ ചേട്ടനെ അനുകരിച്ച് എല്ലാവരെയും കാണിക്കാൻ കരിങ്കൽ ചുമലിലിടിച്ച എന്റെ കൈ ഒരാഴ്ചത്തേക്ക് ഉപയോഗശൂന്യമായിപ്പോയി. തന്നെ കടിക്കാൻ വന്ന ഒരു പട്ടിയെ മണിയൻ ചേട്ടൻ ഒറ്റയടിക്ക് കൊന്ന കഥ ആയിടയ്ക്ക് വളരെ പ്രശസ്തമായിരുന്നു. ഞാൻ തന്നെയായിരുന്നു ആ കഥയ്ക്ക് പ്രശസ്തി കൊടുത്തിരുന്നത്. അക്കാലത്ത് എന്റെ വീട്ടിലൊരു കറുത്ത കടിയൻ പട്ടി ഉണ്ടായിരുന്നു. എന്നെ അതിനോടകം 9 പ്രാവശ്യം ആ പട്ടി കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ കടിയൻ എന്ന പേര് അതിനെത്രമാത്രം ചേരുമെന്ന്. ഉള്ളത് പറയണമല്ലോ, ഒരിക്കൽ പോലും ആ പട്ടി എന്നെ ഇങ്ങോട്ട് വന്ന് കടിച്ചിട്ടില്ല. ഓരോ തവണയും കൃത്യമായ ഇടവേളകളിൽ ഞാൻ അതിൻ്റെ അടുത്ത് ചെന്ന് കടി വാങ്ങിക്കാറായിരുന്നു പതിവ്. കടികെട്ടി ഒരാഴ്ചയ്ക്കകം പേടി മാറി ഞാൻ അതിൻ്റെ അടുത്ത് പോവുകയും ഫ്രഷായി പുതിയ കടി വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു. കളിക്കാൻ വീട്ടിൽ സ്ഥിരമായി വന്നിരുന്ന ഉണ്ണി, രാധാകൃഷ്ണൻ, മണി, രാജു, കുമാർ എന്നിങ്ങനെ എല്ലാ പേർക്കും കടിയനൊരു പേടി സ്വപ്നമായിരുന്നു. സ്ഥിരമായി കടിയനെ തുടലിട്ട് കെട്ടിയിരുന്നതുകൊണ്ട് മാത്രം ഞങ്ങളുടെ കളി പ്രശ്നങ്ങളില്ലാതെ തുടർന്നു. കളിക്കുന്നതിനിടയിൽ സമ്മർസാൾട്ട് അടിക്കുക എന്നതായിരുന്നു എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ നടക്കാത്ത സ്വപ്നം. സമ്മർസാൾട്ട് എന്നാൽ തലകുത്തിമറിയലാണെന്നറിയാമല്ലോ. കൂളായി സമ്മർസാൾട്ട് അടിക്കുന്ന എൻ്റെ കൂട്ടുകാരോട് എനിക്ക് അസൂയയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും ഒരുപക്ഷെ അവസാനത്തെയും സമ്മർസാൾട്ട് കടിയൻ പട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ പറയേണ്ടി വന്നത്. ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ സമയം. ഞങ്ങൾക്കന്ന് അവധിയായിരുന്നു. മുറ്റത്ത് ഞാൻ, അനിയത്തി എന്നിവർക്ക് പുറമെ ഉണ്ണി, രാധാകൃഷ്ണൻ, മണി, രാജു, കുമാർ എന്നിവർ ഹാജർ. പോരാത്തതിന് ലീവിൽ വന്നിട്ടുള്ള മണിയൻ ചേട്ടനും. അന്ന് കളിയൊക്കെ ഏതാണ്ട് അവസാനിപ്പിച്ച് എല്ലാവരും ജനഗണമന പാടാൻ തയ്യാറായിരിക്കുന്ന സമയം. ഞാൻ തലയും കുത്തിനിന്നൊരു സമ്മർസോൾട്ടെങ്കിലും അടിക്കാൻ ശ്രമിച്ച് പതിവ് പോലെ പരാജയം രുചിച്ചു നിൽക്കുന്നു. രാധ സ്വന്തം കളി പകുതിയിൽ അവസാനിപ്പിച്ച് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുകയായിരുന്ന പെൺകുട്ടികളുടെ പാത്രങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നു. രാജു, ഉണ്ണി, മണി, കുമാർ എന്നിവർ മണിയൻ ചേട്ടൻ പട്ടിയെ തല്ലിക്കൊന്ന കഥ 10ാം പ്രാവശ്യം കേൾക്കുന്നു. അതും ആദ്യമായി കഥ കേൾക്കുന്ന മുഖഭാവത്തോടെയും ആംഗ്യവിക്ഷേപങ്ങളോടുകൂടെയും. ജോലിക്കാരിയുടെ പട്ടി വരുന്നേ എന്ന നിലവിളി കേട്ടാണ് ഞാൻ നോക്കിയത്. അതാ കടിയൻ പട്ടി തലകീഴായി ഓടി വരുന്നു. കഴുത്തിൽ പൊട്ടിയ തുടലിന്റെ ബാക്കിയുമുണ്ട്. പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാനാണ് തലകുത്തി നിൽക്കുന്നത് എന്നും പട്ടി നേരെയാണ് ഓടിവരുന്നത് എന്നും. ഞാൻ ഭയന്ന് മുന്നോട്ടാഞ്ഞു. അതാ അത് സംഭവിച്ചു. എന്റെ ആദ്യത്തെ സമ്മർസാൾട്ട്. അത് ആഘോഷിക്കാനോ ആരെങ്കിലും അത് കണ്ടുവോ എന്ന് നോക്കാനോ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ജീവനും കൊണ്ട് ഓടുന്നതിനിടെ നോക്കിയപ്പോൾ കണ്ടതോ, പട്ടിയെ തല്ലിക്കൊന്നിട്ടുള്ളവനും ധൈര്യശാലിയുമായ മണിയൻ ചേട്ടൻ കൂടെ രാജു, മണി, ഉണ്ണി, കുമാർ എന്നിവർ പ്രാണരക്ഷാർത്ഥം ഗേറ്റിനു മുകളിലൂടെ പുറത്തേക്ക് ചാടുന്നു. പെൺകുട്ടികളെ രണ്ടുപേരെയും കാണാനേയില്ല. ഞാനും കൂടി ഓടി അകത്തേക്ക് കയറിക്കഴിഞ്ഞപ്പോൾ മുറ്റത്ത് ബാക്കിയായത് രാധാകൃഷ്ണനും പട്ടിയും മാത്രം. ഗേറ്റ് ചാടിയവരെയും അകത്തേക്ക് ഓടിയവരെയും അനുകരിക്കാതെ രാധ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് ആ വഴിയെ ഓടി. ഒരാളിനെയെങ്കിലും മുന്നിൽ കിട്ടിയ സന്തോഷത്തിൽ കടിയൻ പട്ടി പുറകെയും. അങ്ങനെ മുന്നിൽ രാധയും പിന്നിൽ പട്ടിയുമായി വളവ് തിരിഞ്ഞ് വീടിന് പുറകിലേക്ക് അപ്രത്യക്ഷരായി. സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന ഞങ്ങളെല്ലാ പേരും അടുത്ത കാഴ്ച കാണാനോ കേൾക്കാനോ കണ്ണും കാതും കൂർപ്പിച്ചു. അതാ കേൾക്കുന്നു ഒരു നിലവിളി. ദയനീയമായ ആ നിലവിളി ഒരു പട്ടിയുടെ മോങ്ങൽ പോലെ തോന്നിപ്പിച്ചുവെങ്കിലും ശബ്ദം രാധയുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇതിനോടകം വിവരമറിഞ്ഞുറക്കമുണർന്ന അമ്മൂമ്മയും പിന്നെ ജോലിക്കാരും അടങ്ങുന്ന രക്ഷാസൈന്യം രംഗത്തു വന്നു. പട്ടിയെ കീഴടക്കി മുൻപരിചയമുള്ള മണിയൻ ചേട്ടൻ ഈ സമയം ഗേറ്റിനു മുകളിൽ കൂടെ തല കാണിച്ചെങ്കിലും ദൗത്യത്തിൽ പങ്കെടുക്കാൻ തീരെ താൽപ്പര്യം കാണിച്ചില്ല. ആകാംക്ഷയുടെ മുൾമുനയിൽ ഞങ്ങളെ നിർത്തിയ 10 മിനിറ്റുകൾക്ക് ശേഷം ദൗത്യസേന വിജയശ്രീലാളിതരായി മടങ്ങിവന്നു. മുന്നിൽ വടിയും കുത്തി അമ്മൂമ്മ, പുറകിൽ പട്ടിയെ തുടലിൽ ബന്ധിച്ച
ധീരയായ വസന്ത എന്ന ജോലിക്കാരി. ഏറ്റവും പിറകിലായി 3 ചാലായി കണ്ണീറൊഴുക്കി ഞൊണ്ടിവരുന്ന എന്ന ക്രമത്തിലായിരുന്നു സൈന്യം മാർച്ച് ചെയ്തിരുന്നത്. പട്ടിയെ കെട്ടിയെന്നുറപ്പാക്കിയ ശേഷം ഗേറ്റ് തുറന്നോട്ടത്തിനിടയിൽ കുരുവിക്കൂട് തകർന്ന മണിയൻ ചേട്ടൻ, രാജു, മണി, ഉണ്ണി, കുമാർ എന്നിവർ അകത്തേക്ക് പ്രവേശിച്ചു. പട്ടി പിടിക്കാൻ നിന്നു തരാത്തതിനാലാണ് ഓടേണ്ടി വന്നതെന്ന് മണിയൻ ചേട്ടൻ എല്ലാവരോടും, പ്രത്യേകിച്ച് ജോലിക്കാരിയോട് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ശ്രദ്ധാകേന്ദ്രം തുടയിൽ കടിയന്റെ പല്ലിന്റെ പാടുകളുമായിരുന്നിരുന്ന രാധയായിരുന്നു. അപ്പോഴേക്കും കണ്ണീരൊക്കെ തീർന്ന് വെറും ശബ്ദം മാത്രമായി മാറിയിരുന്നു രാധയുടെ കരച്ചിൽ. ഒരു ചടങ്ങുപോലെ ഏങ്ങലടിച്ചുകൊണ്ട് രാധ ഞങ്ങളെയെല്ലാം ദയനീയമായി മാറി മാറി നോക്കി. പെട്ടെന്ന് രാധയുടെ മുഖം മാറി. കണ്ണുകൾ വിടരുന്നത് കണ്ട് തിരിഞ്ഞു നോക്കിയ ഞങ്ങൾ കണ്ടത് ഒരു പ്ലേറ്റ് നിറയെ ലഡ്ഡു, ജിലേബി, മുറുക്ക് എന്നീ വിശിഷ്ട വിഭവങ്ങളുമായി വരുന്ന അമ്മൂമ്മയെയാണ്. വളരെ വേണ്ടപ്പെട്ട അതിഥികൾ വരുമ്പോൾ മാത്രമാണ് അമ്മൂമ്മ ഈ വിഭവങ്ങൾ പുറത്തെടുത്തിരുന്നത്. ഇതേ പട്ടി എന്നെ 9 പ്രാവശ്യം ഉരുട്ടിയിട്ട് കടിച്ചിട്ടും ചെവിയിൽ മുറുക്കിയിട്ടുള്ളതല്ലാതെ ഒരു പ്രാവശ്യം പോലും അമ്മൂമ്മ എനിക്കൊരു മുറുക്ക് പോലും തന്നിട്ടില്ല. അസൂയയോടുകൂടി ഞങ്ങളെല്ലാവരും രാധ പ്ലേറ്റ് കാലിയാക്കുന്നതും നോക്കിയിരുന്നു. ഒരെണ്ണം പോലും ആർക്കും കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു ലഡു എടുത്ത മണിയൻ ചേട്ടനെ കൊണ്ട് ബഹളമുണ്ടാക്കി അത് തിരികെ ഇടുവിക്കുകയും ചെയ്തു ദുഷ്ടൻ. ആർത്തിയോടെ കഴിക്കുന്നതിനിടയിലും കൃത്യമായ ഇടവേളകളിൽ ഏങ്ങലടിക്കാൻ രാധ മറന്നില്ല. അന്ന് ഏതായാലും വീർത്ത വയറും ഞൊണ്ടിക്കാലുമായി നിരവധി ആൾക്കാരുടെ അകമ്പടിയോടെയായിരുന്നു രാധ വീട്ടിലേക്ക് പോയത്. അവിടെ ചെന്നിട്ടും ഈ കടിയുടെ പേരും പറഞ്ഞ് എന്തോ സ്പെഷ്യൽ വാങ്ങിക്കഴിച്ചെന്നും ഒരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകാൻ അനുവാദം വാങ്ങിച്ചെന്നും കുറച്ചു കഴിഞ്ഞ് ഉണ്ണി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സെക്കൻഡ് ഷോയ്ക്ക് സ്ഥിരമായി പോകാറുണ്ടായിരുന്ന ഉണ്ണി, രാധ എന്നിവരോടെല്ലാം എനിക്ക് അസൂയ തോന്നിയിരുന്നു. അവരെല്ലാവരും ചേർന്ന് ബന്ധത്തിലുള്ള ഒരു അമ്മൂമ്മയുടെ നേതൃത്വത്തിൽ ആഘോഷമായിട്ടായിരുന്നു സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാനും സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നു. അച്ഛൻ തീരുമാനിക്കുന്ന സിനിമകൾ അച്ചടക്കത്തോടെ ചെന്ന് ബാൽക്കണിയിലിരുന്ന് കാണും. ഇന്റർവെല്ലിൽ പുറത്തിറങ്ങുക പോലുമില്ല. പക്ഷെ ഇവരുടെ പോക്ക് അങ്ങനെയല്ല. ഓരോ സിനിമ കാണലും ഓരോ ആഘോഷമായിരുന്നു. തമാശ പറഞ്ഞു പോവുക, കടലയും കപ്പലണ്ടിയും പാരീസ് മുട്ടായിയും വാങ്ങിക്കുക, ഹീറോ വരുമ്പോൾ കൈയടിക്കുക. അങ്ങനെ ഒരു അടിപൊളി സംഭവം. ചില ദിവസങ്ങളിൽ രാത്രിയുടെ ഏതോ യാമത്തിൽ ശബ്ദം കേട്ടുണർന്ന ജനാലയിലൂടെ നോക്കുമ്പോൾ കളിച്ച് ചിരിച്ച് നിലാവു നിറഞ്ഞ വഴിയിലൂടെ നടന്നു നീങ്ങുന്ന അവരെയെല്ലാം കാണുമ്പോൾ അവരിൽ ഒരാളാകാൻ എൻ്റെ മനസ്സ് കുതിച്ചിട്ടുണ്ട്. ഒരിക്കൽ അച്ഛൻ്റെ അടുത്ത് അമ്മ വഴി ഈ ആവശ്യം ഞാൻ അവതരിപ്പിച്ചു. അന്ന് അച്ഛൻ "ഫാ" എന്നാട്ടിയത് കേട്ട് ഞാനും അമ്മയും വീടിന് പുറത്തേക്ക് തെറിച്ചു. അതിനുശേഷം ഈ വിഷയം ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടേയില്ല. പക്ഷെ ഈ പ്രാവശ്യം എനിക്കെന്തോ ഒരു പ്രതീക്ഷ തോന്നി. എനിക്കും അവരുടെ കൂടെ പോകാൻ പറ്റിയേക്കുമെന്ന്. 2 കാരണങ്ങളാലായിരുന്നു അത്. ഒന്ന്, അച്ഛൻ അന്ന് ഓഫീസിൽ നിന്ന് വരാൻ വൈകുമെന്ന വസ്തുത. 2, പട്ടി കടിച്ചതിൻ്റെ കെയർ ഓഫിൽ കിട്ടിയ സിനിമ കാണലല്ലേ. എന്നെയും ആ പട്ടി കടിക്കാൻ ഓടിച്ചതാണല്ലോ. ന്യായമായും എന്നെയും സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന വരട്ട് ന്യായം. ഉണ്ണിയുടെ വീട്ടിൽ വെച്ച് അന്ന് കാണേണ്ട സിനിമ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന് തീരുമാനിക്കപ്പെട്ടു. കേരള കൗമുദി പേപ്പറിൽ നോക്കി ഉണ്ണിയുടെ അമ്മൂമ്മയാണ് സിനിമ സെലക്ട് ചെയ്തത്. കയ്യടിയോടെ എല്ലാവരും ആ തീരുമാനം ഐകകണ്ഠേന പാസാക്കി. സിനിമയ്ക്ക് പോകാമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ ഞാനും ഉറക്കെ കൈയടിച്ചു. ഉടനെ തന്നെ ഒറ്റ ഓട്ടത്തിന് വീട്ടിലെത്തി ഞാൻ വിഷയം അവതരിപ്പിച്ചു. ഇനി ജീവിതകാലം സിനിമ കാണില്ല, നന്നായി പഠിച്ച് ക്ലാസ്സിൽ ഒന്നാമനാകാം എന്നെല്ലാമുള്ള നടക്കാത്ത വാഗ്ദാനങ്ങളിൽ തട്ടി അമ്മ വീണു. 2 കണ്ടീഷനിലാണ് പെർമിഷൻ കിട്ടിയത്. 1, സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ വരരുത്. 2, ഇപ്പോൾ പഠിക്കാനിരുന്നാൽ സിനിമയ്ക്ക് പോകാൻ സമയത്തെ എണീക്കാവൂ. 2നും ഉടനെ ഞാൻ സമ്മതം മൂളി. പഠിക്കാനിരുന്നേ ഉള്ളൂ. ചിന്തകളിൽ മുഴുവൻ നസീർ ഉമ്മറിനെ ഇടിക്കുന്നതും അടൂർ ഭാസി തമാശ പറയുകയുമായിരുന്നു. സമയം പോകുന്തോറും സന്തോഷം കാരണം എനിക്ക് വയറിലൊരു ഉരുണ്ടുകയറ്റം അനുഭവപ്പെട്ടു. അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ സ്പൈയായി വന്ന്
ഞാൻ പഠിക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് ലൈവായി അമ്മയ്ക്ക് കൈമാറിക്കൊണ്ടിരുന്നു. കഷ്ടിച്ച് 2 ഉരുള ചോറുണ്ടെന്ന് വരുത്തി 8:30 ഞാൻ റെഡിയായി. അതാ ദൂരെ നിന്നും ഉണ്ണിയുടെയും രാധയുടെയുമെല്ലാം ശബ്ദം കേൾക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഒരു ചെറിയ ജാഥ വീടിനു മുന്നിലെത്തി. പതിവുള്ളവർക്ക് പുറമേ മണി, രാജു, കുമാർ എന്നിവരും സംഘത്തിലുണ്ട്. ഏകദേശം 10 പേർ. എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. എന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെയും റോഡ് ക്രോസ് ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകത അമ്മയും അമ്മൂമ്മയും ഉണ്ണിയുടെ കൂടെ വന്ന അമ്മൂമ്മയ്ക്ക് പറഞ്ഞുകൊടുത്തു. എന്നെയും കൂട്ടത്തിൽ ചേർത്ത് സംഘം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങവേ പെട്ടെന്നൊരു വെളിച്ചം മുഖത്തടിച്ചു. അതാ ഒരു കാർ വന്നു നിന്ന് അതിൽ നിന്നും അച്ഛൻ പുറത്തിറങ്ങുന്നു. എനിക്കപ്പോഴുണ്ടായ ഞെട്ടൽ വർണ്ണനാതീതമാണ്. എന്റെ മുഖം കടലാസ് പോലെ വിളറി. സംഘം പതിയെ മുന്നോട്ട് നീങ്ങി. എന്റെ കാലുകൾ മാത്രം അനങ്ങുന്നില്ല, ടാറിൽ ഉറച്ചതുപോലെ. പതുക്കെ എല്ലാവരുടെയും ഇടയിൽ കൂടെ മുന്നോട്ടു പോയി അച്ഛന്റെ കണ്ണുവെട്ടിക്കാനോ ഓടി രക്ഷപ്പെടാനോ എനിക്ക് തോന്നി. ഒന്നും സംഭവിച്ചില്ല. ഞാൻ മാത്രം അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് സംഘം നിന്നു. വരുന്നില്ലേ എന്ന ഉണ്ണിയുടെ ചോദ്യം കേട്ട് ആശയക്കുഴപ്പത്തിലായ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ ആ നാട്ടുകാരിയേ അല്ലാത്തതുപോലെ നിൽക്കുന്നു. അമ്മൂമ്മയാണെങ്കിൽ ആ പരിസരത്തെങ്ങുമില്ല. എങ്ങോട്ടാണ്? അച്ഛന്റെ ചോദ്യം. സിനിമയ്ക്ക് എന്ന എന്റെ മറുപടി തൊണ്ടയിൽ കുരുങ്ങി. അവരെല്ലാം സിനിമയ്ക്ക് പോണു, അവനെയും കൂടെ എന്നെല്ലാം പറഞ്ഞ അമ്മ തുടങ്ങി. വേണ്ട എന്ന ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ ശേഷം എന്റെ ചെവിയിൽ പിടിച്ച് അച്ഛൻ അകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ പോവും എന്നുറക്കെ പറഞ്ഞ് അച്ഛന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് പുറത്തേക്ക് ഓടാൻ എനിക്ക് തോന്നി. പക്ഷേ അനുസരണയോടെ അകത്തേക്ക് പോവുകയാണ് ഞാൻ ചെയ്തത്. ഞാനില്ലാത്തതിനാൽ മറ്റുള്ളവരും സിനിമാ പരിപാടി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ആ ശബ്ദത്തിനായി അടച്ചിട്ട ഗേറ്റിനകത്തുനിന്ന് ഞാൻ കാതോർത്തു. ഒരു ശബ്ദവും കേൾക്കാനില്ല. ഞാൻ ഓടി മുകളിലത്തെ നിലയിലെ എന്റെ മുറിയിലേക്ക് പോയി. അനിയത്തി ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്നു. ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. എന്റെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ഞാനെന്ന വ്യക്തിയേ ഉള്ളതായി കണക്കാക്കാതെ സംഘം കളിച്ചു ചിരിച്ച് അമ്പലത്തിന് മുൻപിൽ കൂടെ മെയിൻ റോഡിലേക്ക് പോകുന്നു. ഉണ്ണി, രാധേ, സിനിമയ്ക്ക് പോവല്ലേ? ഇനി ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് പോകാമെന്നുറക്കെ പറയാൻ ഞാൻ ആഗ്രഹിച്ചു. ഒരു വാക്കുപോലും പുറത്തേക്ക് വന്നില്ല. സങ്കടം കടിച്ചമർത്തി നെഞ്ചുപൊട്ടുന്ന വേദനയോടെ ആ കാഴ്ച കണ്ട് ഞാൻ നിന്നു. കണ്ണീർ കൊണ്ട് അവ്യക്തമാണെങ്കിൽ കൂടെ ഞാൻ ഒരിക്കൽ കൂടി പുറത്തേക്ക് നോക്കി. ഒരാളെങ്കിലും എനിക്കായി ആ ജനാലയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമെന്നോ കൈ കാണിക്കുമെന്നോ ഉള്ള പ്രതീക്ഷയിൽ. ഇല്ല. അവസാനമായി നടന്ന ഉണ്ണിയുടെ അമ്മൂമ്മയും പതിയെ വളവ് തിരിഞ്ഞ റോഡിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അന്നു രാത്രി ജോലിക്കാരി ചോറ് കൊടുക്കുന്നതിനിടെ കടിയൻ പട്ടി ഒരു കാരണവുമില്ലാതെ എന്നെ 10ാമതും കടിച്ചു.